നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബംഗാളിൽ രസകരമായ ഒരു നാടകം അരങ്ങേറി. എനിക്ക് തോന്നുന്ന യുദ്ധത്തിൻ്റെയൊക്കെ ബഹളത്തിലും ഇവിടുത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ബഹളത്തിലുമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമാണ്. ബംഗാളിൽ ആനന്ദ ബോസ് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയത് വലിയ വാർത്തയായിരുന്നു. ആനന്ദ ബോസ് ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയ അന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബംഗാളിൽ ഒരു ചടങ്ങിനെത്തുന്നത്. അതും ലോക വനിതാ ദിനത്തിൽ. അന്ന് ദ്രൗപദി ഏറ്റവും അധികം അവമാനിക്കപ്പെട്ടു അവിടെ. കാരണം അന്ന് ദ്രൗപദി അവിടുത്തെ വിമാനത്താവളത്തിലെത്തിയപ്പോൾ സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയുമില്ല, ഗവർണറുമില്ല. അവിടുത്തെ ഒരു മേയറാണ് വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ഇതിന് വലിയൊരു ചെറിയ പശ്ചാത്തലമുണ്ട്. അതായത് ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡാർജിലിംഗിൽ പോയിരുന്നു. ബംഗാളിൻ്റെ അങ്ങേയറ്റത്തുള്ള ഡാർജിലിംഗിൽ 2 ദിവസം ഞാൻ താമസിച്ചപ്പോൾ ഞാൻ അവിടെ ഡാർജിലിംഗിലെ ബംഗാളിൻ്റെ രാജ്ഭവനിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ അണിഞ്ഞൊരുങ്ങുകയായിരുന്നു. അവിടെ പെയിൻ്റൊക്കെ അടിച്ച് അവിടുത്തെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് വഴിയൊക്കെ ഒരുക്കി എല്ലാം വളരെ ഗംഭീരമാക്കി വയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളന്ന് പോകുന്നത്. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് ഈ വെന്യൂ തന്നെ അങ്ങ് മാറി. ഡാർജിലിംഗിലെ ഒരു ആദിവാസി കേന്ദ്രത്തിൽ, ഫാൻസി ദേവ് എന്നൊരു ആദിവാസി കേന്ദ്രത്തിൽ ഒരു സിന്താൾ എന്ന് പറയുന്ന ആദിവാസി ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടിക്കാണ് ഒരു ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗക്കാരി കൂടിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തേണ്ടിയിരുന്നത്. പക്ഷേ പൊടുന്നനെ ആ വെന്യൂ അങ്ങ് മാറി. ഡാർജിലിംഗിൽ നടക്കേണ്ട ചടങ്ങ് താഴെ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ ബംഗാളിൽ തന്നെ ഈ വിമാനത്താവളത്തിനടുത്തുള്ള ബഡോഗ്ര വിമാനത്താവളത്തിനടുത്തുള്ള ഒരു എയർപോർട്ട് അതോറിറ്റിയുടെ ഒരു ഗ്രൗണ്ടിലേക്ക് അങ്ങ് മാറ്റി. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആൾ കുറഞ്ഞു. ആദിവാസികളുടെ ഒരു ചടങ്ങാണ്, പക്ഷേ ആദിവാസികൾക്ക് കാര്യമായിട്ട് എത്താൻ പറ്റിയില്ല. മാത്രമല്ല ഗവർണറില്ല, മുഖ്യമന്ത്രിയില്ല, ആരുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന, ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന വനിതയായ ആദിവാസിയായ ഇന്ത്യൻ രാഷ്ട്രപതിയോട് കാണിച്ച ഏറ്റവും വലിയ അനാദരവാണ്. കാരണം ഇത്തരത്തിൽ വെന്യൂ മാറ്റി, ആദിവാസികളുടെ പരിപാടി ആദിവാസി കേന്ദ്രത്തിൽ നടത്താതെ വേറെ സ്ഥലത്ത് കൊണ്ട് നടത്തി. ഈ പറഞ്ഞ ആളുകളൊന്നും അവിടേക്ക് എത്തി നോക്കിയതുമില്ല. ദ്രൗപദി മുർമു അവിടെ അതിനുശേഷം ഈ പബ്ലിക് ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഒരു വാശിയോടെ അവർ ഈ ചടങ്ങ് നടക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന വെന്യൂവിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഒരു ആദിവാസികളെ കണ്ടു. അപ്പോൾ അവിടെ അവർ കൂടിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ സങ്കടമായിപ്പോയി, രാഷ്ട്രപതി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ചടങ്ങിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കുറ്റമൊന്നുമല്ല, എനിക്ക് വേദി തന്നില്ല, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഇവിടെ ഈ ചടങ്ങ് നടത്താനായിട്ട് സൗകര്യമില്ല, സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇങ്ങോട്ട് മാറ്റിവെക്കേണ്ടി വന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കണ്ടിട്ട് ഇവിടെ ഒന്നും ഒരു സ്ഥലക്കുറവുമില്ല. അപ്പോൾ എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇവിടെ വരാതിരുന്നത്. എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ വെന്യൂ മാറ്റിയത്. എന്തിനാണ് മമതാ ബാനർജിക്ക് എന്നോട് ഇത്ര വലിയ വിദ്വേഷം? ഒരർത്ഥത്തിൽ ഞാൻ ഈ ബംഗാളിൻ്റെ പുത്രിയല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുജത്തിയല്ലേ മമത. അവരെന്തിനാണ് ഇങ്ങനെ ക്രൂരത എന്നോട് കാണിച്ചത്? അവർ വളരെ വിങ്ങിപ്പൊട്ടി വേദനയോടെയാണ് അത് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും മമതാ ബാനർജിയുടെ മനസ്സലിയുന്നില്ല. അവർ പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയ നാടകമാണ്. ഇവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തിനാണ് ഇവിടെ വന്ന് എഴുന്നള്ളിയത്? ഇവരുടെയൊക്കെ ഈ പുറകെ നടക്കാനുണ്ട്. അതായത് ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചാണ് മമതാ ബാനർജി പറയുന്നത്. ഇവർ വരുമ്പോഴേക്കും ഇവരുടെ പുറകെ നടക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം മുഖ്യമന്ത്രിയോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കും എനിക്കും മമതാ ബാനർജി അറിയാം, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആനന്ദബോസ് അതേ ദിവസം തന്നെ, അതായത് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് ഇത്രയും കാലം മമതാ ബാനർജിയുമായി നേരിട്ട് യുദ്ധം ചെയ്ത ആനന്ദബോസിനെ ആ രാഷ്ട്രപതി വരുന്നതിൻ്റെ അന്നാണ് BJP ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാജിക്കത്ത് വാങ്ങിയത്. അപ്പം ഗവർണർ വരാത്ത ഗവർണറുടെ കുഴപ്പം കൊണ്ടല്ല, ഗവർണറെ കേന്ദ്രം ഡൽഹിയിലേക്ക് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് ഭാഗ്യമായിട്ട് രാഷ്ട്രപതിയെ അവമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനും BJPക്കും ഉണ്ട്. രണ്ടാമത്, ഈ മമതാ ബാനർജിയുമായിട്ട് 3.5 വർഷമായിട്ട് നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആനന്ദ ബോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇല്ലെങ്കിൽ എന്തൊരവസ്ഥയായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത്. പക്ഷേ അത് കേന്ദ്രത്തിന് അറിയാതെ പോയി. എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ രാഷ്ട്രപതി ആരും ആയിക്കോട്ടെ, വനിത ആയിക്കോട്ടെ, ആദിവാസി ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മുടെ രാഷ്ട്രപതിയോട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും
ആ സംസ്ഥാന ഭരണകൂടവും കാണിച്ചത് അങ്ങേയറ്റ അനീതിയായിപ്പോയി എന്ന് പറയാതെ വയ്യ. ഈ അനീതി ലോകം അല്ലെങ്കിൽ ഈ അനീതി ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന് പക്ഷേ മമതാ ബാനർജിയുടെ ആ ഒരു അഹങ്കാരം നോക്കണം. അവർ അപ്പോഴും പറയുന്നത് എനിക്ക് രാഷ്ട്രപതിയുടെ പുറകെ നടക്കാനൊന്നും സമയമില്ല, ഇവരോട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ആര് പറഞ്ഞു? രാഷ്ട്രീയമായ അഭിപ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഒരു രാഷ്ട്രപതിയോട്, പ്രത്യേകിച്ച് ഒരു വനിതയായ രാഷ്ട്രപതിയോട്, ഒരു ആദിവാസിയായ രാഷ്ട്രപതിയോട് ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ഒരു വനിതയായ മുഖ്യമന്ത്രി, അതും വനിതാ ദിനത്തിൽ ഇങ്ങനെ പെരുമാറോ എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുന്നു.